ജില്ലാ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞയ്ക്ക് പോണോ അതോ ശസ്ത്രക്രിയയ്ക്ക് പോണോ? പടിക്കെട്ടിൽ വീണ് കാലിന് പരിക്കേറ്റ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് 2ാം വാർഡ് അംഗം നീതു മാമൻ ശസ്ത്രക്രിയ ഒഴിവാക്കി സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് തീരുമാനിച്ചു. വീൽചെയറിലാണ് നീതു സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നീതു ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിലേക്കും പോയി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കോയിപ്പുറം ഡിവിഷനിൽ നിന്നും വിജയിച്ച നീതു ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. ഒരു വിഷമമുള്ളത് നീതുവിൻ്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന രീതിയിലാണ് ഇന്ന് സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? മനസ്സിനാണ് ബുദ്ധിമുട്ട്. കാരണം ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. സത്യപ്രതിജ്ഞ ഭംഗിയായി തന്നെ ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കി. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്, 20 പേര് സെൻറ്റ് ജോൺസിൽ. അപ്പം ചൊവ്വാഴ്ച തിരക്കുകളെല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് ചെന്നതാണ്. അവിടെ വെച്ച് സ്റ്റെപ്പേ വെച്ചിട്ട് കാലൊന്നും മടങ്ങി, അങ്ങനെ പൊട്ടലുണ്ടായി, സർജറി വേണം. അപ്പം അന്ന് ചെയ്താൽ നമുക്ക് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നേരെ അഡ്മിറ്റ് ആവുകയാണ്. നാളെ രാവിലെ സർജറിയാണ്. സത്യപ്രതിജ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സന്തോഷത്തോടുകൂടെ തന്നെയായിരുന്നു. വളരെ ഞാൻ കാല് വയ്യായെങ്കിലും മേളിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ വരെ ചെന്നു. കുഴപ്പമില്ല, ഭംഗിയായി തന്നെ എല്ലാം നടന്നു. കൂടെ ഒരു പട തന്നെ ഉണ്ടല്ലോ. അതല്ലേ നമ്മുടെ ശക്തി. ജനങ്ങൾ ആ ഒരു പടയായിട്ട് നമ്മുടെ കൂടെ നിന്നതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് തന്നെ. അത് ഒരുപാട് സന്തോഷം. ഏതായാലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കാലിന് കണ്ടില്ല ഇങ്ങനെ പരിക്കൊക്കെ പറ്റി. പക്ഷേ എങ്കിൽ പോലും ശസ്ത്രക്രിയ പോലും മാറ്റിവെച്ച് ഇന്ന് ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടെയുള്ളവരാണ് തൻ്റെ ശക്തിയെന്നാണ് വിജയിച്ച നീതു പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജിക്കുടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.